നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നഗര റോഡ് വികസനം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നിയന്ത്രണത്തിന്റെ ഭാഗമായി നഗരത്തിലെ പ്രധാന 4 റോഡുകളിൽ വൺ വേ സമ്പ്രദായം കർശനമാക്കും. മൂവാറ്റുപുഴ നഗര റോഡ് വികസനം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇതിനായി നഗരത്തിലെ ഉപ റോഡുകളടക്കം 4 പ്രധാന റോഡുകളിൽ വൺ വേ സമ്പ്രദായം കർശനമാക്കും. വെള്ളൂർക്കുന്നം മുതൽ PO ജംഗ്ഷൻ വരെ ഒരു ദിശയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. EC മാർക്കറ്റ് റോഡ്, കാവുമ്പടി റോഡ്, റോട്ടറി റോഡുകളിൽ വൺ വേ സമ്പ്രദായം നടപ്പാക്കും. ഗതാഗത ക്രമീകരണം സൂചിപ്പിക്കുന്ന ബോർഡുകൾ 16 ഇടങ്ങളിൽ സ്ഥാപിക്കും. ഇവിടെ ട്രാഫിക് വാർഡന്മാരുടെ സേവനവും ഉറപ്പുവരുത്തും. ബസ്സുകളടക്കം മുഴുവൻ വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമായിരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി നഗരത്തിലെ വഴിയരികുകളിൽ പ്രവർത്തിച്ചു വരുന്ന ഉന്തുവണ്ടികളും പെട്ടിക്കടകളും വഴിയോര കച്ചവടവും റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ ഒഴിവാക്കും. തടിലോഡുകൾ രാത്രി 8 വരെ നഗരത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. നിയന്ത്രണത്തിന്റെ ഭാഗമായി ദീർഘദൂര വാഹനങ്ങളും ചരക്ക് ലോറികളും ടോറസും കണ്ടെയ്നർ വാഹനങ്ങളും നഗരത്തിൽ പ്രവേശിക്കാതെ വഴിതിരിച്ചു വിടുന്നതാണ് പ്രധാന ക്രമീകരണം. കീച്ചേരിപ്പടിയിൽ ഒരു തരത്തിലുമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗും അനുവദിക്കില്ല. മുൻകൂർ നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കുവാൻ നഗരസഭ ആരോഗ്യ വിഭാഗത്തെയും പൊതുമരാമത്ത് പോലീസ് വകുപ്പുകളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 15 മുതലാണ് നിയന്ത്രണം നിലവിൽ വരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.